ഹായ് ഫ്രണ്ട്സ്, കേന്ദ്ര സായുധ പോലീസ് സേനകളിലെ അസിസ്റ്റന്റ് കമാൻഡന്റ് ജോലി ഒഴിവിലേക്കായിട്ടുള്ള UPSC നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. 506 ഒഴിവുകളാണുള്ളത്. ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. വനിതകൾക്കും അപേക്ഷിക്കാവുന്നതാണ്. 2024 ഓഗസ്റ്റിലായിരിക്കും എക്സാമിനേഷൻ നടക്കുന്നത്. നമുക്ക് ഏതൊക്കെയാണ് ഒഴിവുകൾ ഉള്ളതെന്ന് നോക്കാം. BSF 186, CRPF 120, CISF 100, ITBP 58, SSB 42. ഇങ്ങനെയാണ് ഓരോ സേനയിലെയും ഒഴിവുകൾ. ഈ ഒഴിവുകളിലെ 10% വിമുക്ത ഭടന്മാർക്ക് വേണ്ടിയിട്ട് റിസർവ് ചെയ്തിട്ടുണ്ട്. അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദമാണ് യോഗ്യത. പരീക്ഷാഫലം കാത്തിരിക്കുന്നവർക്കും അപേക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ NCCയിൽ BC സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് ഇൻ്റർവ്യൂ അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ടെസ്റ്റിൽ മുൻഗണന ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ടുള്ള ഏജ് ലിമിറ്റ് കൂടി ഒന്ന് നോക്കാം. 2024 ഓഗസ്റ്റ് 1 20 മുതൽ 25 വയസ്സ് വരെ ആയിരിക്കണം പ്രായം. അപേക്ഷകർ 1991 ഓഗസ്റ്റ് 2 മുൻപോ 2004 ഓഗസ്റ്റ് 1 ശേഷമോ ജനിച്ചവരായിരിക്കരുത്. SC/ST വിഭാഗക്കാർക്ക് പ്രായത്തിലെ ഇളവുകളുണ്ട്. SC/ST കാറ്റഗറി ആണെങ്കിൽ 5 വർഷത്തെയും OBC കാറ്റഗറി ആണെങ്കിൽ 3 വർഷത്തെയും ഇളവ് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ വനിതകൾക്കും SC/ST കാറ്റഗറിയിലുള്ള ആൾക്കാർക്കും ഈ ഒരു പോസ്റ്റിന് അപ്ലൈ ചെയ്യാനായിട്ട് ഫീസ് ഒന്നും അടയ്ക്കേണ്ടതില്ല. മറ്റുള്ളവർക്ക് 200 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ SBIയുടെ ബ്രാഞ്ചുകൾ മുഖേനയോ അടയ്ക്കാവുന്നതാണ്. ഈ ഒരു ജോലിയിലേക്ക് തിരഞ്ഞെടുക്കുന്നതിനായിട്ട് എഴുത്തു പരീക്ഷയും ഇൻ്റർവ്യൂയും ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ തന്നെ ഫിസിക്കൽ ടെസ്റ്റും മെഡിക്കൽ ടെസ്റ്റും ഉണ്ടായിരിക്കുന്നതാണ്. എഴുത്തു പരീക്ഷയ്ക്ക് 2 പേപ്പറുകൾ ഉണ്ടാവും. ഫസ്റ്റ് പേപ്പർ രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെയും സെക്കൻഡ് പേപ്പർ ഉച്ച കഴിഞ്ഞ് 2 മണി മുതൽ 5 മണി വരെയുമാണ് നടത്തുക. ഫസ്റ്റ് പേപ്പർ 250 മാർക്കിനായിരിക്കും. ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുന്നത്. അതിൽ തന്നെ ജനറൽ എബിലിറ്റി ആൻഡ് ഇൻ്റലിജൻസ് ആസ്പദമാക്കിയിട്ടായിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുന്നത്. ഇംഗ്ലീഷിലും ഹിന്ദിയിലും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുന്നതാണ്. എഴുത്തു പരീക്ഷ പാസ്സാവുന്നവർക്ക് ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടാവുന്നതായിരിക്കും. ഫിസിക്കൽ ടെസ്റ്റിന് 100 മീറ്റർ ഓട്ടം, 800 മീറ്റർ ഓട്ടം, ലോങ് ജമ്പ്, ഷോട്ട് പുട്ട് എന്നീ ഇനങ്ങളാണ് ഉണ്ടാവുക. ഇന്ത്യയിൽ ആകെ 47 എക്സാമിനേഷൻ സെൻറ്ററുകളാണ് ഉണ്ടാവുക. കേരളത്തിൽ തിരുവനന്തപുരവും കൊച്ചിയുമാണ് എക്സാമിനേഷൻ സെൻറ്റേഴ്സ്. UPSCയുടെ 1 ടൈം രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ലാത്തവർ അത് ചെയ്ത ശേഷമാണ് ആപ്ലിക്കേഷൻസ് നൽകേണ്ടത്. മെയ് 14 വൈകുന്നേരം 6 മണി വരെയാണ് ആപ്ലിക്കേഷൻസ് നൽകാനായിട്ട് സാധിക്കുന്നത്. അപേക്ഷയിൽ എന്തെങ്കിലും തിരുത്തലുകൾ നടത്തണമെന്നുണ്ടെങ്കിൽ മെയ് 15 മുതൽ 21 വരെ സമയം അനുവദിച്ചിട്ടുണ്ട്.